ഓക്കെ, ഇനി നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷനിലെയും കമ്മ്യൂണിക്കേഷനിലെയും പോർഷൻസ് കവർ ചെയ്യുന്ന കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിനകത്ത് ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് തരുമ്പോഴേക്കും കൺഫ്യൂഷൻസ് ആയിരിക്കും. കാരണം ഒരു ക്വസ്റ്റ്യനിൽ വായിച്ച് നോക്കുമ്പോഴേക്കും അതിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് നോക്കുമ്പോഴേക്കും ഇതാണോ ആൻസർ അല്ലെങ്കിൽ ബി നോക്കുമ്പോൾ ഇതായിരിക്കും. അപ്പോൾ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും അല്ലെങ്കിൽ ചോയ്സസ് ആയിരിക്കും വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഡെപ്തിൽ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏറ്റവും ടോപ്പിൽ വരുന്ന അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആൻസർ കീ നമുക്ക് അറിയാൻ പറ്റൂ. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കറേജസ് തിങ്കിങ്. നമ്മളുടെ ചിന്താഗതിയെ ഡിസ്കറേജ് ചെയ്യുന്നത് ഏതിലാണ്? ലെക്ചർ മെത്തേഡിലാണോ, പ്രൊപ്പഗാൻഡയിലാണോ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, നൺ ഓഫ് ദീസ്. ലെക്ചർ മെത്തേഡിൽ നമ്മൾ പറഞ്ഞു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറഞ്ഞു. അവിടെ തിങ്കിങ്ങിനെ ഡിസ്കറേജ് ചെയ്യുന്നത് മാത്രമല്ല വൺ വേ ആണ്, പാർട്ടിസിപ്പേറ്റീവ് പാസീവായിരിക്കും, അങ്ങനെയുള്ള രീതികളാണ്. പ്രൊപ്പഗാൻഡ എന്ന് പറയുമ്പോഴേക്കും അവിടെ നമ്മളുടെ തിങ്കിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യും, കാരണം ഇൻസ്റ്റോൾ ചെയ്യുകയാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിനകത്ത് ആൻസർ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ വരുമ്പോഴേക്കും ലെക്ചർ മെത്തേഡ് ഒരു പരിധിവരെ യോജിക്കുമെങ്കിലും പക്ഷേ എൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് പ്രൊപ്പഗാൻഡയാണ്. അതായത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് പ്രൊപ്പഗാൻഡയുടെ ഡിഫറൻസ് നമ്മൾ അതിനകത്ത് കാണുമ്പോഴേക്കും അത് എടുത്തു പറയുന്നതാണ് ഡിസ്കറേജസ് തിങ്കിങ് ഈസ് കോൾഡ്, അല്ലെങ്കിൽ അത് കാണപ്പെടുന്നത് പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ പബ്ലിസിറ്റിയിലാണ്, ഹെൽത്ത് പബ്ലിസിറ്റിയിലാണ് ഈ ഒരു ഇത് കാണുന്നത്. പിന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനായിട്ട് ബന്ധപ്പെട്ടിനകത്തൊന്നും തന്നെ വരുന്നില്ല. നെക്സ്റ്റ്, ഇഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഇവാലുവേറ്റഡ് ബൈ. ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്തിട്ടാണ്, എന്ത് നോക്കിയിട്ടാണ്? ടീം വർക്ക് നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇഫക്റ്റീവ് അല്ല, ദെൻ IPC സ്കിൽസ് നോക്കിയിട്ടല്ല, ദെൻ ഫീഡ്ബാക്കാണ്. അപ്പോൾ ഈ IPCയും ക്വസ്റ്റിനെയറും ഇതൊക്കെ വരുന്നത് ഫീഡ്ബാക്കിനകത്താണ്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദി ഓഡിയൻസ് ടു സെൻഡർ. കമ്മ്യൂണിക്കേഷൻ വിലയിരുത്തുന്നത് ഫീഡ്ബാക്ക് നോക്കിയിട്ടാണ്. അപ്പോൾ ഫീഡ്ബാക്കാണ് ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ എക്സാമ്പിൾ ഓഫ് ഫിലിം എന്ന് പറയുന്നത് ഡാഷിന് എക്സാമ്പിളാണ്. ഒരു ഇത് ഫിലിം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓഡിയോയും ഉണ്ട്, അതുപോലെ തന്നെ വീഡിയോയും ഉണ്ട്. അപ്പം ആക്ടിവിറ്റിയിലാണോ, പ്രൊജക്റ്റഡ് ആയിട്ട് വരുന്ന കാര്യമാണോ, 3 ഡയമെൻഷനിലാണോ എന്നുള്ളത്. ആക്ടിവിറ്റി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണ്. അപ്പം മീഡിയാസിൽ ഒരിക്കലും നമ്മൾ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനിൽ അധികം വരുന്നില്ല. പിന്നെയാണ് 3 ഡയമെൻഷനിൽ 3D പോലെയുള്ളതിൽ 3 ഡയമെൻഷനിലും എടുത്തു പറയത്തക്കതായിട്ടുള്ളതില്ല. പിന്നെ വരുന്നത് ഫിലിം എന്ന് പറയുന്നത് പ്രൊജക്റ്റ് ചെയ്ത് കാണപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വരുന്നത് ഓപ്ഷനിൽ C ആണ് ഏറ്റവും സ്യൂട്ടബിളായിട്ട്, പ്രൊജക്റ്റ് ചെയ്ത് വരുന്നതാണ് ഫിലിം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ C ആണ്. ലേണിംഗ് മീൻസ് ചേഞ്ചിങ് വൺസ് വേ ഓഫ്. ഒരാളുടെ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആ പഠനത്തിൽ കിട്ടുന്ന കാര്യങ്ങൾ ഒരാളുടെ തിങ്കിങ്ങിനെ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ആൻസർ തിങ്കിങ്. ഓൾറെഡി നമ്മുടെ വായിൽ വരും ആ ഒരു മീനിങ്. ദ ലേണിംഗ് മീൻസ് ചേഞ്ച് വൺ വേ ഓഫ് തിങ്കിങ്. ഒരാളുടെ ചിന്താഗതിയെ മാറ്റുന്നതാണ് എന്തെന്ന് പറയുന്നത് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ദ തിങ്കിങ് ഈസ് എ സ്യൂട്ടബിൾ ആൻസർ. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ് അഡോപ്റ്റഡ് ബൈ എ ഹെൽത്ത് എഡ്യൂക്കേറ്റർ ഈസ് എ ഡാർട്ട് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കുന്നത് ഏത് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ്? പാർട്ടിസിപ്പേറ്ററി ആണോ, നോൺ പാർട്ടിസിപ്പേറ്ററി, ബോത്ത് ആൻഡ് നൺ ഓഫ് ദീസ്. ക്വസ്റ്റ്യൻ ആൻസർ അഡോപ്റ്റ് ചെയ്യുന്നത്, അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സെൻറ്റർ ഉണ്ടാവും, ആൻസർ പറയാൻ ഓഡിയൻസും ഉണ്ടാവും. അപ്പോൾ രണ്ടും കൂടെ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ പാർട്ടിസിപ്പേഷൻ നടന്നിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്ററി ഉണ്ട്. ഇനി നോൺ പാർട്ടിസിപ്പേറ്ററി എന്ന് പറഞ്ഞാൽ അതിനകത്ത് പങ്കെടുക്കാതെ നമുക്കത് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നാമത്തെയാണ് പാർട്ടിസിപ്പേറ്ററി ആണ് അതിനകത്ത് ആൻസർ. പിന്നെ ചില ഇത് ചോദിക്കാം, നമ്മൾ മീഡിയാസിലാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതോ അല്ലെങ്കിൽ ലൈവായിട്ടുള്ള പ്രോഗ്രാംസ് വരുമ്പോഴേക്കും അതിനകത്ത് കിട്ടുന്ന നമുക്കുള്ള പ്രതികരണങ്ങൾ കുറച്ച് സം ടൈം എടുക്കുന്നതാണ്, കുറച്ച് സമയം എടുത്ത് വരുന്നതാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലായിട്ടുള്ള ആക്ഷൻ വരുന്നത് അതിനകത്തില്ല. അപ്പോൾ പാർട്ടിസിപ്പേറ്ററി ആണ് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് വരുന്നത്.
ഇനി ആവറേജ് റിട്ടൻഷൻ റേറ്റ് ഓഫ് മോർ ഇൻ ഡാഷ് മെത്തേഡ് ഓഫ് ലേണിംഗ്. ആവറേജ് റിട്ടൻഷൻ റേറ്റ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കൂടുതൽ മെത്തേഡ് ഓഫ് ലേണിങ്ങിൽ പറയുമ്പോഴേക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നതായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത് ഏതിലാണ്? ആവറേജ് ആയിട്ട് വരുന്ന റിട്ടൻഷൻ റേറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ കമ്മ്യൂണിക്കേഷനിലും അതുപോലെ ഹെൽത്ത് എഡ്യൂക്കേഷനിലും കൂടുതലായിട്ടും പഠിച്ചിരിക്കുന്ന ഒരു വേർഡാണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത്. ചെയ്ത് പഠിക്കുക എന്ന രീതി അത് തന്നെയാണ് ഏറ്റവും മികച്ചതായിട്ട് വരുന്നത്. ആവറേജ് റിട്ടൻഷൻ റേറ്റ് ഈസ് മോർ ഇൻ ഡാഷ് മെത്തേഡ് ഓഫ് ലേണിംഗ്. ലേണിംഗ് ബൈ ഡൂയിങ്ങിലാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഇനി ഫീൽഡ് ട്രിപ്പ് ഈസ് എ ഡാഷ് മെത്തേഡ് ഓഫ് ലേണിംഗ്. പാർട്ടിസിപ്പേറ്ററി ആണോ, ബോത്ത് നോൺ പാർട്ടിസിപ്പേറ്ററി രണ്ടും കൂടെ ചേർന്ന് വരുന്നതാണോ? അപ്പോൾ ഫസ്റ്റ് തന്നെയാണ്, പാർട്ടിസിപ്പേറ്ററി ആണ്. അതായത് ഫീൽഡ് ട്രിപ്പിന് സ്റ്റുഡൻസ് ഗ്രൂപ്പ് പോകുമ്പോഴാണ് അവരത് കണ്ട് മനസ്സിലാക്കി കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ തികച്ചും അതെന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്ററി എന്ന് പറയുന്നൊരു വേർഡാണ്. നെക്സ്റ്റ് ദ സ്ലോഗൻ ഫോർ വേൾഡ് ഹെൽത്ത് ഡേ 2011 2011 വരുന്ന സ്ലോഗൻ എന്ന് പറയുന്നത് കോമ്പാക്ട് ഡ്രഗ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ 1000 സിറ്റീസ് 1000 ലൈഫ്, സ്മാൾ ബൈറ്റ് ബിഗ് ട്രീറ്റ്, പിന്നെ നൺ ഓഫ് ദീസ്. ഇതിലേതാണ് 2011 ഹെൽത്ത് ടീമുമായിട്ട് ബന്ധപ്പെട്ട് റിലീസ് ചെയ്ത സ്ലോഗൻ എന്ന് പറയുന്നത്? ഒന്നാമത്തെയാണ് കോമ്പാക്ട് ഡ്രഗ് റെസിസ്റ്റൻസ്. അതായത് എത്രത്തോളം നമ്മൾ ഡ്രഗിനെ റെസിസ്റ്റ് ചെയ്ത് നിർത്തുന്ന ഡിസീസ് ഉണ്ടോ, പ്രിവെൻഷൻ മെത്തേഡ് ഏറ്റവും യൂസ്ഫുൾ ആകുന്നതോ, അപ്പോൾ അതാണ് യോജിച്ച ഒരു സ്ലോഗൻ എന്ന് പറയുന്നത്. 2011 സ്ലോഗൻ എന്ന് പറയുന്നത് കോമ്പാറ്റ് ഡ്രഗ് റെസിസ്റ്റൻസ് ആണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ഇൻ ഡിസൈറബിൾ ചേഞ്ചസ് ഇൻ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചേഞ്ചസ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വരുന്നത് നോളജ് കിട്ടുമ്പോഴാണോ, നമ്മുടെ മനോഭാവത്തിലുള്ള വ്യത്യാസമാണോ, അതോ പ്രാക്ടീസ് ചേഞ്ച് ആണോ, അതോ ഓൾ ഓഫ് 3 ലെവൽസ്, ഇത് മൂന്നും ചേരുമ്പോഴാണോ? ഹെൽത്ത് എഡ്യൂക്കേഷൻ ഹെൽപ്സ് ഇൻ ഡിസൈറബിൾ ചേഞ്ച് ഇൻ, അതൊരു കൺഫ്യൂഷൻ ആകുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന നോളജ് വഴിയായിരിക്കാം നമ്മളുടെ ബിഹേവിയർ ചെയ്യുന്നത്. ആറ്റിറ്റ്യൂഡ് കഴിയുമ്പോഴേക്കും ഓൾറെഡി അതാണ്. പിന്നെ പ്രാക്ടീസ് ചേഞ്ച്, നമ്മൾ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഉണ്ടാകുന്ന അറിവുകളോ അല്ലെങ്കിൽ മാറ്റങ്ങളോ വരും. അപ്പോൾ ഇതിൽ മൂന്നും കൂടി ചേർന്ന് വരുന്നത് നമ്മൾ ഡി ആണ് ആൻസർ. ഓൾ ദി 3 ലെവൽസും അതിന് സ്യൂട്ടബിൾ ആണ്. നെക്സ്റ്റ് പ്രാക്ടീസ് ചേഞ്ച് ബ്രിങ്സ് ദ ചേഞ്ചസ് അറ്റ് ഡാഷ് ലെവൽ. കൊഗ്നിറ്റീവ് ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവ്. അഫക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് നേരിട്ട് അനുഭവിക്കുന്നത്. സൈക്കോമോട്ടോർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് മാനസികമായിട്ട് അതിനെ മനസ്സിലാക്കാനുള്ള കഴിവ്. നൺ ഓഫ് ദീസ്, ഇത് ഏത് ലെവലിലാണ്? പ്രാക്ടീസ് ചേഞ്ച് ബ്രിങ്സ് ചേഞ്ച് അറ്റ് ഡാഷ് ലെവൽ. സൈക്കോമോട്ടോർ, കോഗ്നിറ്റീവ്, അഫക്റ്റീവ്. അപ്പോൾ നേരിട്ട് നമ്മൾ അഫക്റ്റീവ് ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ചിട്ട് ഇൻവോൾവ് ആയിട്ട് പറയാൻ പറ്റും. പക്ഷേ നമ്മൾ മനസ്സിലാക്കി, ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ് സൈക്കോമോട്ടർ. മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കൂടുതലായിട്ട് നമ്മളതിനകത്ത് ഏറ്റവും അനുയോജ്യമായിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് സി, സൈക്കോമോട്ടോറാണ്. നമുക്ക് ഏറ്റവും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനകത്തോട്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. സി ആണ് ആൻസർ. ഇനി കോൺഫറൻസ് ക്യാൻ ബി യൂസ്ഡ് ആൻഡ് മെത്തേഡ് ഇൻ അപ്രോച്ചസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. കോൺഫറൻസ് നമ്മൾ ഇൻഡിവിജ്വൽ മെത്തേഡ്, ഗ്രൂപ്പ് മെത്തേഡ്, മാസ് അപ്രോച്ചൊക്കെ പഠിച്ചതാണ്. അതിൽ കോൺഫറൻസ് വരുമ്പോഴേക്കും ഏത് മെത്തേഡാണെന്നുള്ളത്. ഇൻഡിവിജ്വൽ മെത്തേഡിൽ കോൺഫറൻസ് വരാറില്ല, ഗ്രൂപ്പ് മെത്തേഡിൽ കോൺഫറൻസ് വരുമോ ഇല്ലയോ. അപ്പോൾ അത് നമ്മൾ 2-way പാർട്ടിസിപ്പേഷനിൽ വരുന്നതാണോ അതോ 1-way പാർട്ടിസിപ്പേഷനിൽ വരുന്നതാണോ എന്ന് ഓർക്കണം. ഇനി മാസ് മീഡിയയിൽ കോൺഫറൻസ് വരുന്നുണ്ട്, നൺ ഓഫ് ദീസ്. അപ്പം മാസ് മീഡിയയിൽ കോൺഫറൻസ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ കോൺഫറൻസും സെമിനാർസും ഏത് മീഡിയാസിലാണ് നമ്മൾ പഠിച്ചത് എന്ന് നോക്കണം. അപ്പോൾ രണ്ടും കൂടി കൊളാബറേറ്റ് വരുന്നത്, അതായത് സെമിനാർസും കോൺഫറൻസും നമ്മൾ എക്കണോമിക്കലി 2 or 3 days കൊണ്ടാണ് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഒരു ടോപ്പിക്കിനെ പറ്റി ഡെപ്തായിട്ടാണ് പഠിക്കുന്നതെന്നൊക്കെ നമ്മൾ ഈ കോൺഫറൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പം അതിൽ ഏറ്റവും യൂസായിട്ട് വരുന്നത് ഇതിനകത്ത് ഏത് ആൻസറാണ് വരുന്നത്? ഗ്രൂപ്പ് മെത്തേഡിലാണ്. ഗ്രൂപ്പ് മെത്തേഡിൽ
2-വേ മെത്തേഡിലാണ് നമ്മൾ കോൺഫറൻസ് ആൻഡ് സെമിനാർസിനെ കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുന്നത്. നെക്സ്റ്റ്, പോസ്റ്റർ ഈസ് എ ഡാഷ്. മാസ് മീഡിയ ആണോ അതോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എയ്ഡ് ആണോ, രണ്ടും കൂടിയാണോ അതോ നൺ ഓഫ് ദീസ്? ഇതൊന്നുമല്ലേ? ഏതായിരിക്കും? സി ആണ് ആൻസർ. മാസ് മീഡിയയിൽ വരുന്നതാണ് പോസ്റ്റർ എന്ന് പറയുന്നത്. വിഷ്വൽ കമ്മ്യൂണിക്കേഷനുമാണ്. ഇത് രണ്ടും ചേർന്നതാണ്. അപ്പോൾ ആൻസർ വരുന്നത് സി ആണ്. ബോത്ത്, രണ്ടും നമുക്ക് യോജിക്കുന്നതാണ്. ശരിയായിട്ടുള്ള പാർട്ടിസിപ്പൻ്റാണ്. ഇനി ഹോം വിസിറ്റ് ഈസ് എ അപ്രോച്ച്. എന്ത് അപ്രോച്ചാണ് ഹോം വിസിറ്റ്? ഇൻഡിവിജ്വൽ, മാസ്, മോഡേൺ, നൺ ഓഫ് ദീസ്? തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഹോം വിസിറ്റ് വരുന്നത്. അപ്പോഴേക്കും ഇൻഡിവിജ്വൽ മെത്തേഡാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ദെൻ ഡാഷ് മീഡിയ ഈസ് ഇവോൾവ്ഡ് ഫ്രം ദ ലൈഫ് സ്റ്റൈൽ ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ ജീവിത രീതിയെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്ന ആ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ മീഡിയാസ് ഏതാണ്? മാസ് മീഡിയ, ഫോക്ക് മീഡിയ, ബോത്ത്, നൺ ഓഫ് ദീസ്? നമ്മൾ പഠിച്ചാണ്. ട്രഡീഷണൽ ആയിട്ട് ജനങ്ങളുടെ കൾച്ചറിനെ ബേസ് ചെയ്തും അതുതന്നെ റൂറൽ ഏരിയാസിൽ ഏറ്റവും ഫോക്കസ് ചെയ്തും വരുന്നത് മീഡിയ എന്ന് പറയുന്നത് ഫോക്ക് മീഡിയയാണ്. ബി ആണ് ആൻസർ. നെക്സ്റ്റ്, ഡാഷ് ഈസ് ആൻ ഓഡിറ്ററി എയ്ഡ്. നമ്മൾ പഠിച്ചതാണ് AV എയ്ഡ്സിൽ ഓഡിറ്ററി എയ്ഡ്സും ഉണ്ട്, വിഷ്വൽ എയ്ഡ്സും ഉണ്ട്. രണ്ടും കൂടെ ചേർന്നാണ് AV എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ ഓൺലി ഹിയറിംഗ് മാത്രമാണ്. ഹിയറിംഗ് മാത്രമായിട്ടുള്ളത് ഇവിടെ ഏതൊക്കെയാണ്? റേഡിയോ വന്നിട്ടുണ്ട്, ടേപ്പ് റെക്കോർഡ് വന്നിട്ടുണ്ട്, ബോത്ത് ആൻഡ് നൺ ഓഫ് ദീസ്. അപ്പം ഇത് രണ്ടും ഓഡിയോയാണ്. അതുകൊണ്ട് തന്നെ സി ആണ് ആൻസർ. രണ്ടും സ്യൂട്ടബിൾ ആണ്. ഇനി ലെക്ചർ ഈസ് എ ടീച്ചിങ് മെത്തേഡ്. ലെക്ചർ എന്ന് പറയുന്നത് ഏത് ടൈപ്പിലെ ടീച്ചിങ് മെത്തേഡാണെന്നാണ്? 1 വേ ആണോ, ഗ്രൂപ്പാണോ, ബോത്ത്, നൺ ഓഫ് ദീസ്? ലെക്ചർ മെത്തേഡ് നമ്മൾ പഠിച്ചതാണ്. ചോക്ക് മെത്തേഡ് അല്ലെങ്കിൽ ടോക്ക് മെത്തേഡ് എന്ന് പറയുന്നത് തികച്ചും 1 വേ മെത്തേഡാണ്. എ ആണ് ആൻസർ. നെക്സ്റ്റ്, പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് ഈസ് എക്സാമ്പിൾ ഓഫ് ഏത് അപ്രോച്ചാണ്? അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് അഡൾട്രേഷൻ, ഫുഡ് അഡൾട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്റ്റാണ്. ആക്റ്റ് ആകുമ്പോഴേക്കും അതിനകത്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതിൽ ഏത് അപ്രോച്ചാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്? ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ചിൽ റെഗുലേറ്ററി ഉണ്ട്, സർവീസ്, പ്രൈമറി ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷനിൽ. ഇതിൽ ആക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് റെഗുലേറ്ററി അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അപ്രോച്ചസ് ആണ് ഇതിനകത്ത് ആൻസറായിട്ട് വരുന്നത്. പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്റ്റിൽ വരുന്നത്. ഡാഷ് മെത്തേഡ് ഓഫ് ഗ്രൂപ്പ് ടീച്ചിങ് ദർ ഈസ് നോ ഡിസ്കഷൻ ബൈ എക്സ്പേർട്ട്. പാനൽ ഡിസ്കഷനിൽ എക്സ്പേർട്ടുകൾ തമ്മിൽ ഡിസ്കഷൻ ഉണ്ട്. സിമ്പോസിയത്തിലാണെങ്കിൽ ഡിസ്കഷൻ ഇല്ല, സീരീസ് ഓഫ് സ്പീച്ചസ് ആണ്. ഗ്രൂപ്പ് ഡിസ്കഷനിലാണെങ്കിൽ തികച്ചും ഡിസ്കഷൻ ഓൾറെഡി ഉണ്ട്. ഡി എന്ന് പറയുന്നത് ഇതൊന്നും അല്ല എന്നുള്ളത്. അപ്പോൾ ഇതിലേതാണ്? സിമ്പോസിയമാണ്, സീരീസ് ഓഫ് സ്പീച്ചസ് ആണ്. എക്സ്പേർട്ടുകൾ തമ്മിൽ നോ ഡിസ്കഷൻ, അത് വരുന്നത് സിമ്പോസിയത്തിലാണ്. ഡാഷ് ഈസ് എ ടീച്ചിങ് മെത്തേഡ് ഇൻ വിച്ച് വേ ഈസ് പെർഫോം ടു സ്കിൽ ഓർ പ്രൊസീജിയർ ഈസ് പ്രസൻറ്റഡ്. ഈ ടീച്ചിങ് മെത്തേഡിൽ ഏത് രീതിയിലാണ് നമ്മൾ സ്കില്ല് പ്രസൻറ്റ് ചെയ്യുന്നത്? പെർഫോംസും സ്കിൽസും പ്രസൻറ്റ് ചെയ്യുന്നത് ഏത് ടീച്ചിങ് മെത്തേഡിലാണ്? ഡിമോൺസ്ട്രേഷനിലാണോ, ഫീൽഡ് ട്രിപ്പാണോ, ഗ്രൂപ്പ് ഡിസ്കഷനാണോ, നൺ ഓഫ് ദീസ്? അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമുക്കിനകത്ത് ആൻസർ കണ്ടെത്താൻ പറ്റൂ. ടീച്ചിങ് മെത്തേഡിൽ ദ വേ ഓഫ് പെർഫോം ടു എ സ്കിൽ പ്രൊസീജിയർ ഈസ് പ്രസൻറ്റഡ്. നമ്മളുടെ പെർഫോമൻസും പ്രൊസീജിയറും കൂടുതലായിട്ട് പെർഫോം ചെയ്ത് കാണിക്കാൻ പറ്റുന്ന വേദി എന്ന് പറയുന്നത് ഏതാണെന്നുള്ളത് ഡെമോൺസ്ട്രേഷനാണ്. കാരണം ഒരു കാര്യം നമ്മൾ കാണിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന രീതിക്കാണ് നമ്മൾ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അനദർ നെയിം ഓഫ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്കിൻ്റെ വേറൊരു പേര് എന്താണെന്നുള്ളത്? ഓഡിയൻസ് റെസ്പോൺസ് അല്ലെങ്കിൽ റിപ്ലൈ, ബോത്ത് അല്ലെങ്കിൽ മെസ്സേജസ്. ഓഡിയൻസിൻ്റെ റെസ്പോൺസിനെ നമ്മൾ
ഫീഡ്ബാക്ക് എന്ന് പറയും. ഓഡിയൻസിൽ നിന്നുള്ള മറുപടിക്ക് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് സ്യൂട്ടബിളായിട്ട് വരുന്നത് സി ആണ് ആൻസർ. നെക്സ്റ്റ്, ഡാഷ് ഈസ് എ ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ. റിഫ്ലക്ഷൻ ആണോ, ഐഡൻറ്റിഫിക്കേഷൻ ആണോ, കോമ്പൻസേഷൻ ആണോ, അതോ നൺ ഓഫ് ദീസ്? നമ്മൾ മോട്ടിവേഷനിലെ ടൈപ്സ് പഠിച്ചതാണ്. ഏതൊക്കെയായിരുന്നു? കംപ്ലൈൻസ്, ഐഡൻറ്റിഫിക്കേഷൻ, അതുപോലെ തന്നെ ഇൻറ്റേർണലൈസേഷൻ. ഇതിനകത്ത് വന്നിരിക്കുന്നതിൽ ചോയ്സിൽ ഐഡൻറ്റിഫിക്കേഷനാണ്. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഹെൽത്ത് എഡ്യൂക്കേറ്റർ ടീച്ച് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡാണ്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്, ഐഡൻറ്റിഫൈ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതാണ് മെത്തേഡിനെയാണ് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മോട്ടിവേഷനിലെ ടൈപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷനാണ്. നെക്സ്റ്റ്, എ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ വിച്ച് ദ റിസീവർ ഹാസ് ദ ചാൻസ് ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലിയറിങ് ഡൗട്ട്സ്. ഈ ഏത് ടൈപ്പിലാണ് നമുക്ക് റിസീവർക്ക് ഒരു ചാൻസ് ഉള്ളത്, ക്വസ്റ്റ്യൻസ് ചോദിക്കുവാനും ഡൗട്ട്സ് ക്ലിയർ ചെയ്യുവാനുമുള്ള ചാൻസ് ഉള്ളത്? വൺ വേ കമ്മ്യൂണിക്കേഷനിലാണോ, ടു വേയിലാണോ, നോൺ വെർബലിലാണോ, നൺ ഓഫ് ദീസ്? തികച്ചും ടു വേ പ്രോസസ്സിലാണ്. ടു വേ കമ്മ്യൂണിക്കേഷനിലാണ് പാർട്ടിസിപ്പൻസും റിസീവർ അല്ലെങ്കിൽ ഓഡിയൻസും തമ്മിൽ നന്നായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡാഷ് കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ 2 or 3 പീപ്പിൾ ഇൻ എ സ്മാൾ ഗ്രൂപ്പ് സച്ച് എ ഫാമിലി. ഒരു ഫാമിലിയിൽ ചെറിയ ഒരു ഗ്രൂപ്പ് ഫാമിലിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നിൽക്കുന്ന കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഫേസ് ടു ഫേസ് ആണോ, മാസ് ആയിട്ടുള്ള അപ്രോച്ചസ് ആണോ, അതോ ബോത്ത്? ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണോ, നൺ ഓഫ് ദീസ് ആണോ? ഒരു ഫാമിലിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എപ്പോഴും ഫേസ് ടു ഫേസ് ആണ്. ഇൻഡിവിജ്വൽ മെത്തേഡ് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, പേഴ്സണൽ കോണ്ടാക്ട് ഈസ് ഡാഷ് കമ്മ്യൂണിക്കേഷൻ. പേഴ്സണൽ കോണ്ടാക്ട് എന്ന് പറയുന്നത് തികച്ചും ഫേസ് ടു ഫേസ് ആണ്. അതായത് നമ്മൾ 3 മെത്തേഡിൽ ഇൻഡിവിജ്വൽ മെത്തേഡ്, ഗ്രൂപ്പ് മെത്തേഡ്, അത് ജനറൽ പബ്ലിക്കിൽ പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടാണ്, പേഴ്സണലായിട്ട് നമ്മൾ നോക്കുന്നത്. അതെപ്പോഴും ഫേസ് ടു ഫേസ് ആണ്, അല്ലെങ്കിൽ IPC മെത്തേഡാണ്, ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡിലാണ് വരുന്നത്. ഇനി ഇൻ ഡാഷ് പാറ്റേൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ ലീഡർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മറ്റുള്ള മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, ദ മെമ്പേഴ്സ് ത്രൂ സർട്ടൈൻ അതർ പേഴ്സൺ ഇൻ എ ചെയിൻ. ഒരു ചെയിൻ പാറ്റേണിൽ ലീഡർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ ഏത് പാറ്റേണിലാണെന്നുള്ളത്? വീൽ പാറ്റേൺ ആണോ, ചെയിൻ പാറ്റേൺ ആണോ, ഓൾ ചാനലാണോ, അല്ലെങ്കിൽ എല്ലാമാണോ? അപ്പോൾ ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട് സർട്ടൈൻ അതർ പേഴ്സൺ ഇൻ ദ ചെയിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി എൻ്റെ മീനിങ് വരുന്നുണ്ട്. ചെയിൻ പാറ്റേണിലാണ് ലീഡർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മെമ്പേഴ്സുമായിട്ട്. നെക്സ്റ്റ്, ഡിസ്കഷൻ ഗ്രൂപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് പാറ്റേൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഡിസ്കഷൻ ഗ്രൂപ്പ് വരുന്നത് ഇതിനകത്ത് വീൽ പാറ്റേൺ ആണോ, ചെയിൻ പാറ്റേൺ ആണോ, ഓൾ ചാനൽ പാറ്റേൺ ആണോ, അതോ ഓൾ ആണോ? ഡിസ്കഷൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിസ്കഷൻ നമ്മൾ പറയുന്നത് 3ാമത്തെ പാറ്റേൺ ആയിരുന്നു. അപ്പോൾ ആദ്യത്തേത് വീൽ പാറ്റേൺ, രണ്ടാമത്തേത് ചെയിൻ പാറ്റേൺ ആൻഡ് മൂന്നാമത്തേത് ഓൾ ചാനൽ പാറ്റേൺ ആണ്. ഓൾ ചാനൽ പാറ്റേണിലാണ് ഡിസ്കഷൻ ഗ്രൂപ്പ് വരുന്നത്. നെക്സ്റ്റ്, ന്യൂ അപ്രോച്ചസ് ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ടു ഫോക്കസ് ഓൺ. പുതിയ അപ്രോച്ചസിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഏതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളത്? ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ പുതിയ അപ്രോച്ച് ടീച്ചേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നതാണോ, ലേണേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നതാണോ, ഇനി ഇത് രണ്ടും കൂടിയാണോ, ഇതൊന്നും അല്ലാത്തതാണോ? അപ്പം നമ്മൾ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ 2 അപ്രോച്ചസ് പഠിച്ചു. ഒന്ന് പീപ്പിൾ സെൻറ്റേഡ് അപ്രോച്ചസും ഒന്ന് ടീച്ചർ സെൻറ്റേഡ് അപ്രോച്ചസും. പീപ്പിൾ സെൻറ്റേഡ് അപ്രോച്ചസ് എന്ന് പറയുന്നത് ട്രഡീഷണലാണ്, അതായത് പഴയ കാലങ്ങളിലുള്ളതാണ് ടീച്ചർ സെൻറ്റർ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇപ്പോഴെന്ന് പറയുന്നത് പീപ്പിൾ സെൻറ്റേഡ് അപ്രോച്ചാണ്. അപ്പം ഇവിടെ തികച്ചും ലേണേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള അപ്രോച്ചാണ് ന്യൂ അപ്രോച്ച്. ബി ആണ് ആൻസർ. ഡാഷ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഇൻ വിച്ച് സ്പീക്കേഴ്സ് സ്പീക്ക് ഫോർ എഗനിസ്റ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ഒരു കൂട്ടം ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ സംസാരിക്കുമ്പോഴേക്കും അതിനെതിരെ ഒരാൾ സംസാരിക്കുന്നതിനെ ഓപ്പോസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് എപ്പോഴും നമ്മൾ കാണപ്പെടുന്നത് എവിടെയാണ്? ലെക്ചർ മെത്തേഡ് ഇല്ല, ഇത് 1 വേ ആണ്. ഫീൽഡ് ട്രിപ്പിനകത്തും അതും മിക്സഡ് ആയിട്ട് ഗ്രൂപ്പാണ്. ഡിബേറ്റ്, വാദിക്കുക എന്നുള്ളത്, ഒരാൾ പറയുന്നതിനെതിരായിട്ട് മറ്റൊരാൾ പറയുന്നത് വാദിക്കുന്നതാണ്. അപ്പോൾ ഡിബേറ്റ് ആണ് ഇവിടെ ആൻസർ. സി ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ഡാഷ് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അറ്റ് ദ എൻഡ് ദ ചെയർമാൻ ടേക്സ് വോട്ട്. അതായത് ഒരു സെക്ഷൻ കഴിയുമ്പോഴേക്കും, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ചെയർമാൻ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നത്, ലാസ്റ്റ് സമ്മറി സെഷനിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഏത് മെത്തേഡിലാണ്? ലെക്ചർ മെത്തേഡിൽ അല്ല, ഫീൽഡ് ട്രിപ്പിലാണോ? അതിലുമല്ല. ഡിബേറ്റിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റത്തെ എൻറ്റയർ സെക്ഷനിൽ സെലക്ട് ചെയ്യുന്ന മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ചെയർമാനാണ്. അപ്പോൾ അതുകൊണ്ട് ഡിബേറ്റാണ് ആൻസർ. ഡാഷ് ഈസ് ആൻ എസെൻഷ്യൽ ടൂൾ ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത്. കമ്മ്യൂണിറ്റി ഹെൽത്തിലെ എസെൻഷ്യൽ ആയിട്ടുള്ള കീവേഡ് എന്ന് പറയുന്നത് ഇതാണ്. തികച്ചും ഇതിനകത്തുള്ളതിനേക്കാൾ ഏറ്റവും മികച്ചതായിട്ട് വരുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ തന്നെയാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഫിലോസഫിയോ അല്ലെങ്കിൽ സൈക്കോളജിയോ ഒന്നുമല്ല, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസെൻഷ്യൽ ടൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈസ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് തന്നെ, മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത്, ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ, ടു വിൻ ഫ്രണ്ട്സ്, ബോത്ത്, ഇത് രണ്ടുമുണ്ട്. നൺ ഓഫ് ദീസ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എ ആണ് ആൻസർ. ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ, ജനങ്ങളെ സ്വാധീനിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ഡാഷ് ഈസ് ആൻ ഏരിയ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹ്യൂമൻ ബയോളജി, MCH ആൻഡ് ഫാമിലി പ്ലാനിങ്, ബോത്ത്, നൺ ഓഫ് ദീസ്. അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഹ്യൂമൻ ബയോളജി ഉണ്ട്, ന്യൂട്രീഷൻ, ഹൈജീൻ, MCH ഫാമിലി പ്ലാനിങ്, മെൻ്റൽ ഹെൽത്ത്, യൂസ് ഓഫ് ഹെൽത്ത് സർവീസ്, ഇതൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതിനകത്ത് 2 ഓപ്ഷൻസിൽ നമ്മൾ ആൻസർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തികച്ചും സി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. Many people in rural areas do not avail the existing community health service because of, അതായത് റൂറൽ ഏരിയയിലുള്ള ആൾക്കാർ ഹെൽത്ത് സർവീസസ് യൂസ് ചെയ്യാത്തതിന് കാരണം, ഒന്നെങ്കിൽ ഏതാണ് കാരണം എന്നുള്ളത്, ഇഗ്നോറൻസ്, അവർക്ക് അങ്ങനെ ഒരു ഹെൽത്ത് സർവീസിൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ അറിയില്ല, അല്ലെങ്കിൽ ഇൻഡിഫറൻസ്, ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഏരിയാസിൽ പറഞ്ഞതാണ് യൂസ് ഓഫ് ഹെൽത്ത് സർവീസിൻ്റെ കാര്യം. അപ്പോൾ ഈ 2 കാരണങ്ങളാലായിരിക്കാം അവർ ഒന്നെങ്കിൽ ഹെൽത്ത് സർവീസിൻ്റെ ഡെലിവറി സ്വീകരിക്കാത്തത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബോത്താണ്. ഇഗ്നറൻസും ആവാം, ഇൻഡിഫറൻസും ആവാം. ഇനി ഹങ്ങർ ഈസ് എ ഡാഷ് മോട്ടീവ്. മോട്ടിവേഷൻ 2 ടൈപ്സ് പഠിച്ചതാണ്, പ്രൈമറി മോട്ടീവ്സും സെക്കൻഡറി മോട്ടീവ്സും. പ്രൈമറി മോട്ടീവ്സ് നമ്മുടെ ഫുഡ്, ഷെൽട്ടർ, സർവൈവൽ, സെക്സ്, ഇങ്ങനെയുള്ളതായിരുന്നു പ്രൈമറി മോട്ടീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹങ്ങർ തികച്ചും പ്രൈമറി മോട്ടീവ്സ് ആണ്. റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്, റെക്കഗ്നീഷൻ, ലവ്, റിവാർഡ്, പണിഷ്മെൻറ്റ്, ഇതൊക്കെ പറയുന്നത് 2ാം തരത്തിൽ വരുന്നതാണ്. അപ്പോൾ തികച്ചും സെക്കൻഡറി ആണ് ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത്. ഇനി ഗാദറിംഗ് ടെക്നിക്ക് ഈസ് റിലേറ്റഡ് ടു. ഗാദറിംഗ് ടെക്നിക്ക് നമ്മൾ പഠിച്ചത് കൗൺസിലിങ്ങിലാണ്. ഗാദറിംഗ് എന്ന് പറയുമ്പോൾ ഗ്രീറ്റിംഗ്, അതുപോലെ തന്നെ എ എന്ന് പറയുന്നത് അതിനകത്ത് ഇൻക്ലൂഡഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ടി എന്ന് പറയുന്നത് ടെൽ ദ ബെനഫിറ്റ്സ്, എച്ച് എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ ഓരോന്നും നമ്മൾ എടുത്ത് പഠിച്ചാണ്. ഗാദറിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് കാണപ്പെടുന്നത് കൗൺസിലിങ്ങിലാണ്. ഇനി കൺവിൻഷൻ ലീഡ്സ് ടു, നമ്മൾ സ്റ്റേജസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പഠിച്ചതാണ്. അവെയർനെസ്, മോട്ടിവേഷൻ, അഡോപ്ഷൻ. അവെയർനെസ്, ഒരു കാര്യത്തിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം. പിന്നെ മോട്ടിവേഷൻ, നമ്മൾ കേട്ട കാര്യത്തെക്കുറിച്ചുള്ള ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കുന്നത്. നെക്സ്റ്റ് അത് നമ്മൾ സ്വീകരിക്കുന്നത് അഡോപ്ഷൻ. അപ്പോൾ ദൃഢനിശ്ചയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു. കൺവിൻഷൻ ലീഡ്സ് ടു അഡോപ്ഷൻ, ആക്ഷൻ, അക്സെപ്റ്റൻസ്. ഇത് 3ഉം ഉണ്ട്, സെയിം മീനിങ് ആണ്. അഡോപ്റ്റ് ചെയ്യുക, നമ്മളത് പ്രാവർത്തികമാക്കുക, അല്ലെങ്കിൽ അത് സ്വീകരിക്കുക. അപ്പോൾ ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, ഓൾ. നെക്സ്റ്റ്, മോസ്റ്റ് പെർസ്വേസീവ് ആൻഡ് ഇഫക്റ്റീവ് മീഡിയ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഏറ്റവും പെർസ്വേസീവ് ആയിട്ടുള്ളത്, നമുക്ക് പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. IPC ഉണ്ട്, മാസ് മീഡിയ ഉണ്ട്, ഫോക്ക് മീഡിയ ഉണ്ട്, പ്രിൻ്റഡ് മീഡിയ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മളിനകത്ത് നോക്കുമ്പോഴേക്കും ഇഫക്റ്റീവ് മീഡിയ സിസ്റ്റം എന്ന് കാണും. മീഡിയ എന്ന് കാണുമ്പോൾ നോർമലി നമ്മൾ മാസ് മീഡിയ ആണെന്ന് വിചാരിക്കും. പക്ഷേ അതിനകത്തൊരു വേർഡ് വന്നിട്ടുണ്ട് പെർസ്വേസീവ്, അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന എന്നുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് ഇഫക്റ്റീവായിട്ട് നമ്മൾ
മോസ്റ്റ് കോമൺ അല്ലെങ്കിൽ പ്രേരിപ്പിച്ച് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന രീതി എന്ന് പറയുന്നത് IPC ആണ്. ആൻസർ എന്ന് പറയുന്നത് A ആണ്. നെക്സ്റ്റ്, എ ഗ്രൂപ്പ് ഓഫ് 10 people ആർ സ്പീക്കിംഗ് ഇൻ എ ടോപ്പിക് കോമൺ ഇൻട്രസ്റ്റ്. അതേതായിരിക്കും ഏറ്റവും? അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, പാനൽ ഡിസ്കഷൻ ഉണ്ട്, സിമ്പോസിയം ഉണ്ട്, വർക്ക്ഷോപ്പ് ഉണ്ട്. പാനൽ ഡിസ്കഷൻ എന്ന് പറയുമ്പോഴേക്കും അവിടെ 4 to 8 മെമ്പേഴ്സ് തമ്മിൽ പാനലായിട്ടിരുന്ന് ജഡ്ജിങ് പാനലിരുന്ന് സംസാരിക്കുന്നതാണ്. സിമ്പോസിയം എന്ന് പറയുന്നത് സീരീസ് ഓഫ് സ്പീച്ചസ് ആണ്. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് 6 to 12 മെമ്പേഴ്സ് പങ്കെടുക്കുന്ന ഒരു ഡിസ്കഷൻ ഗ്രൂപ്പാണ്. പിന്നെ ആൻസർ എന്ന് പറയുന്നത് 10 people ആണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഗ്രൂപ്പ് ഡിസ്കഷനാണ്. C ആണ് ആൻസർ. ഇനി ട്രൂ അബൌട്ട് മാസ് മീഡിയ എഡ്യൂക്കേഷൻ എക്സെപ്റ്റ്. മാസ് മീഡിയയിൽ ഏതാണ് ശരി? ഇതിനകത്തുനിന്ന് ഒഴികെയുള്ളതിൽ ഏതാണ് ശരി എന്നുള്ളത്? റാപ്പിഡാണ്. മാസ് മീഡിയ റാപ്പിഡാണ്, പെട്ടെന്ന് പടർന്നു പിടിക്കുന്നതാണ്. ഹൈ റിച്ച് കണ്ടൻ്റ് ആണ്. ഹൈ റിച്ച് കണ്ടൻ്റ് ഉണ്ടോ? അതുപോലെ ഡിസ്റ്റോർഡ് ഇൻഫർമേഷൻസ്, കാര്യങ്ങളെ വളച്ചൊടിച്ച് പറയുന്ന രീതിയാണ്. അല്ലെങ്കിൽ ലോക്കൽ കമ്മ്യൂണിറ്റി നീഡ്സ്. അപ്പോൾ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ മാസ് കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. റാപ്പിഡാണ്, കാര്യങ്ങളെ വളച്ചൊടിച്ച് നേരിട്ട് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ വളച്ചൊടിച്ച് പറയാറുണ്ട്. പിന്നെ ലോക്കൽ കമ്മ്യൂണിറ്റി നീഡ്സുകൾ പറയാറുണ്ട്. പക്ഷേ ഹൈ റിച്ച് കണ്ടൻറ്റ് ഇല്ല. കാരണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഡെപ്തിലേക്കുള്ള കാര്യങ്ങൾ മാസ് മീഡിയയിൽ പറയാറില്ല. ഓൾ ആർ ട്രൂ ഫോർ എ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഗ്രൂപ്പ് ഡിസ്കഷനിൽ ശരിയായിട്ടുള്ളത് അതിനകത്ത് എക്സെപ്റ്റ് വന്നിരിക്കുന്ന ഈ കേസ് ഏതാണെന്ന് നോക്കുക. നോട്ട് എ വെരി ഇഫക്റ്റീവ് മെത്തേഡ് ഓഫ് ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ. ഹെൽത്ത് കമ്മ്യൂണിക്കേഷനിൽ ഒരു വളരെ ഇഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത്, ഐഡിയലി എ ഗ്രൂപ്പ് ഷുഡ് കംപ്രൈസ് 6 to 12 മെമ്പേഴ്സ്. 6 to 12 മെമ്പേഴ്സ് വരുന്നത് ഗ്രൂപ്പ് ഡിസ്കഷനിലാണ്. ഓക്കെ, ശരിയാണ്. ഇനി ക്യാൻ ലീഡ് ടു ചേഞ്ച് ഇൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഹെൽത്ത് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. ഹെൽത്ത് ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പ് ഡിസ്കഷനിൽ. ശരിയാണ്. ഇനി അലോ ഫ്രീ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ്. അതും ശരിയാണ് ഗ്രൂപ്പിൽ. അപ്പോൾ ഇതിനകത്ത് ഒഴികെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് എ വെരി ഇഫക്റ്റീവ് മെത്തേഡ് ഓഫ് ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ. A ആണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫോർ ഇഫക്റ്റീവ് ഗ്രൂപ്പ് ഡിസ്കഷൻ ദ ഗ്രൂപ്പ് ഷുഡ് നോട്ട് കൺസിസ്റ്റ് ഓഫ്. ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരു ഗ്രൂപ്പിൽ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 6 to 12. നമ്മൾ പറഞ്ഞതാണ്. B ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. വർക്ക്ഷോപ്പ് നമ്മൾ പറഞ്ഞതാണ് സീരീസ് ഓഫ് മീറ്റിംഗ്സ് ആണ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്കഷൻ ഓഫ് 4-8 എക്സ്പേർട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ഓഡിയൻസ്. 4-8 മെമ്പേഴ്സ് ഓഡിയൻസിൻ്റെ മുന്നിൽ ഡിസ്കഷൻ ചെയ്യുന്നതിന് നമ്മൾ പാനൽ ഡിസ്കഷൻ എന്നാണ് പറയുന്നത്. ഇനി ഡിസ്കഷൻ ബിറ്റ്വീൻ 6 to 12 മെമ്പേഴ്സ്, അതിനെ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയും. സീരീസ് ഓഫ് മോർ ഓർ മീറ്റിംഗ്സ്, അതിനെ നമ്മൾ മോർ ഓർ മീറ്റിംഗ്സ് നടത്തുന്നതിനെ പാനൽ ഡിസ്കഷൻ എന്ന് പറയും. അല്ല, മോർ മീറ്റിംഗ്സ്, 1-2 അതിലധികം മീറ്റിംഗ്സ് നടത്തുന്നതിന് വർക്ക്ഷോപ്പ് എന്ന് പറയും. സീരീസ് ഓഫ് സ്പീച്ചസിനെ നമ്മൾ സിമ്പോസിയം എന്ന് പറയും. അപ്പോൾ വർക്ക്ഷോപ്പിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് C ആണ് ആൻസർ. ദ ടൈപ്പ് ഓഫ് ലേണിംഗ് റിലേറ്റഡ് ടു സ്കില്ല്. ഇതിനകത്ത് വന്നിരിക്കുന്നത് ടൈപ്പ് ഓഫ് ലേണിംഗ്, എന്ത് സ്കില്ലാണ് ലേണിംഗ് സ്കിൽസിന് വേണ്ടതെന്നുള്ളത്. കോഗ്നിറ്റീവ്, തിരിച്ചറിയാനുള്ളത്, അഫക്റ്റീവ്, അതുപോലെ സൈക്കോ മോട്ടോർ, ഓൾ ഓഫ് ദി അബവ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ തിരിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സൈക്കോ മോട്ടോറാണ്. ഓൾ ആർ എ ടൈപ്പ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എക്സെപ്റ്റ്. അതിനകത്ത് ഓഡിയോ വിഷ്വൽ അല്ലാത്തത് ഏതാണെന്നുള്ളത്. ടെലിവിഷൻ ഓഡിയോ വിഷ്വലാണ്, സിനിമ ഓഡിയോ വിഷ്വലാണ്, ഫ്ലാനൽ ഗ്രാഫ് ഒള്ളി വിഷ്വലാണ്, സ്ലൈഡ് ടേപ്പ് കോമ്പിനേഷൻ ഓഡിയോ വിഷ്വലാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് C ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓൾ ആർ ട്രൂ അബൌട്ട് പാനൽ ഡിസ്കഷൻ എക്സെപ്റ്റ്. പാനൽ ഡിസ്കഷനിൽ ഒഴികെ ഇതിനകത്ത് ബാക്കി ശരിയുള്ളത് ഏതാണെന്നുള്ളത്. പാനൽ ഡിസ്കഷനിൽ 4-8 സ്പീക്കേഴ്സ് സംസാരിക്കുന്നത് ശരിയാണ്. ഓഡിയൻസ് ഈസ് പ്രസൻറ്റ്, അത് നോക്കുക. സ്പെസിഫിക് ഓർ 4 ഓർ മീറ്റിംഗ്സ്,
പാനൽ ഡിസ്കഷനിൽ 4 hour മീറ്റിംഗ്സ് ഇല്ല, അത് വരുന്നത് വർക്ക്ഷോപ്പിലാണ്. സീരീസ് ഓഫ് സ്പീച്ചസ് ഓൺ ഗിവൺ സബ്ജക്റ്റ്, ഒരു ഗിവൺ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് അത് പാനൽ ഡിസ്കഷനിലാണ്. പിന്നെ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സി ആണ്, സ്പെസിഫിക് 4 or more മീറ്റിംഗ്സ് വരുന്നതാണ്. നെക്സ്റ്റ്, പ്രൊപ്പഗാണ്ട ഈസ് ഡിഫൈൻഡ് ആസ്. പ്രൊപ്പഗാണ്ട എന്ന് പറയുമ്പോഴേക്കും പബ്ലിസിറ്റി അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത്. നോളജ് ബൈ ആക്റ്റീവ് ലേണിംഗ് അല്ല, ഹെൽത്ത് എഡ്യൂക്കേഷനാണ് നമ്മൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇനി നോളജ് ഫോഴ്സ്ഡ് ഇൻ ദ മൈൻഡ്, നോളജ് മൈൻഡിൽ ഫോഴ്സ് ചെയ്ത് കൊടുക്കുന്നതുണ്ട്. ഇനി ഫെസിലിറ്റേറ്റ് ലേണിംഗ് ആണ്. പിന്നെ ഡെവലപ്സ് റിഫ്ലക്റ്റീവ് ബിഹേവിയർ, റിഫ്ലക്റ്റീവ് ബിഹേവിയറും ഫെസിലിറ്റേറ്റീവ് ലേണിംഗ് ഒക്കെ വരുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷനിലാണ്. അപ്പോൾ ഇതിനകത്ത് ബി എന്ന് പറയുന്നത് ഫോഴ്സ് ചെയ്ത്, മൈൻഡിലേക്ക് ഫോഴ്സ് ചെയ്ത് ഇൻസ്റ്റോൾ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, പ്രൊപ്പഗാണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മെസ്സേജ് ഇൻ എ പോസ്റ്റർ ക്രിയേറ്റഡ് ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഷുഡ് ബി. ഒരു പോസ്റ്ററിൽ നമ്മൾ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്നത് ഷോർട്ടായിട്ട് നമുക്ക് ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാം, അതുപോലെ ഡയറക്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ദി എബവ് ആണ്. എല്ലാം നമുക്കിനകത്ത് വരുന്നതാണ് പോസ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എൻവയോൺമെൻറ്റൽ ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. എൻവയോൺമെൻറ്റൽ, ചുറ്റുപാടിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ. നോയ്സ്, സൗണ്ട് ഒരു പ്രശ്നമാണ്. ഡെഫ്നെസ് എന്ന് പറയുന്നത് ഫിസിക്കലിയാണ്. ലോസ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതും അത് മെൻ്റലി വരുന്നതാണ്. ലോസ് ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത് മെൻ്റലിയാണ്. അപ്പം എൻവയോൺമെൻറ്റലിൽ വരുന്നത് നമുക്കിവിടെ വരുന്നത് നോയ്സ് ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മോസ്റ്റ് പോപ്പുലർ മീഡിയ ഫോർ മാസ് എഡ്യൂക്കേഷൻ ഓഫ് ജനറൽ പബ്ലിക്. മാസ് അപ്രോച്ചായിട്ട് കൊടുക്കുന്നത് ഏതാണ്? ഏറ്റവും മോസ്റ്റ് പോപ്പുലർ എന്ന് വേർഡ് വന്നിട്ടുണ്ട്. ടി വി ഉണ്ട്, റേഡിയോ ഉണ്ട്, ന്യൂസ് പേപ്പർ ഉണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്. അപ്പോൾ ഏറ്റവും മോസ്റ്റ് പോപ്പുലറായിട്ട് നമ്മളിപ്പോഴും പറയുന്നത് ടി വി ആണ്. എല്ലാ വീടുകളിലും ഉള്ളതാണ് ടി വി. അപ്പോൾ ടി വി ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ.